ഏതാണ്ട് 24 വയസ്സായ ഒരു ചെറുപ്പക്കാരിയാണ് അവരുടെ കുടുംബത്തോടൊപ്പം കാണാനിട വന്നത്. ഒരുപാട് വഴക്കുകളുടെ ഒരു സാഹചര്യത്തിലാണ് കാണാനിട വന്നത്. അതിന് സാഹചര്യം ഇതാണ്, അവളൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണ്. അവൻ വേറൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ കുടുംബമാണെങ്കിൽ ഇടവകയുമായി ക്രൈസ്തവ വിശ്വാസപരമായ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നൊരു കുടുംബം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇവളാണെങ്കിൽ ഈ ഒരു ബന്ധം മാത്രം മതിയെന്ന് നിർബന്ധം പിടിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പം ഇവള് പറയുന്നതനുസരിച്ച് ഇവരുടെ വീട്ടുകാരായിട്ട് സംസാരിക്കാറില്ല. കോളേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോയി വന്ന് വീടിനകത്ത് മുറിയിൽ ഇവൾ ഒറ്റയ്ക്കിരിക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല. ഇത്ര നാൾ സ്നേഹവും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം അന്തരീക്ഷമാകെ മാറി. ഇവളുടെ ഈ ഒരു തീരുമാനമാണ് എല്ലാത്തിനും കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. തീർച്ചയായിട്ടും അവളെയും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഉറങ്ങിയിട്ട് കുറേ നാളുകളായെന്ന് കാണുമ്പോഴറിയാം. ഇതിൽ നിന്ന് പിന്മാറാൻ അവൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വലിയ ഒരു വേദനിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവളെ പഠിപ്പിക്കാനും ഇവളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നന്നായിട്ട് സഹകരിച്ച കുടുംബമാണുള്ളത്. വളരെ സ്നേഹത്തോടെ ജീവിച്ചൊരു കുടുംബം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് ഉള്ള എല്ലാത്തിനും ഒരു കാരണക്കാരി അവളാണെന്ന് അവൾക്ക് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെടുക്കേണ്ട തീരുമാനത്തെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം എന്ന വീട്ടുകാരെ വിഷമിപ്പിക്കാനും പാടില്ല എന്ന ഒരു ആത്മസംഘർഷം അവളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയുന്നില്ല, ഏത് തീരുമാനം എടുക്കണം. കാരണം അവൾക്ക് ഈ ചെറുപ്പക്കാരനെ 4-5 വർഷമായിട്ട് പരിചയമുണ്ട്. അവൻ വേറൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെ, അവൾക്കുള്ള ക്രൈസ്തവ വിശ്വാസം എതിർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്ന രീതി ഇതാണ്: എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ് ഈ പ്രണയം, അതുകൊണ്ട് അതിൽ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് കൈകടത്തുന്നത്? എന്തിനാണ് വീട്ടുകാർ ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഇത് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ സ്വാതന്ത്ര്യമല്ലേ? ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമില്ലേ? അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എന്തിന് വീട്ടുകാർ എതിർക്കുന്നു? അതാണ് അവളുടെ ചോദ്യം. വീണ്ടും ആ ചോദ്യത്തിന് മറുചോദ്യമായി വീട്ടുകാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വീട്ടുകാർ ചോദിക്കുകയും ചെയ്തൊരു കാര്യം ഇതായിരുന്നു: എവിടെയാണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും നീ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അവൾ മറുപടി പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതായിരുന്നു: എനിക്ക് നിങ്ങൾ വേണം, വീട്ടുകാർ വേണം, വിശ്വാസം വേണം. ഉറപ്പായിട്ട് ഇതൊക്കെ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് പറ്റില്ല. വാസ്തവത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും മുന്നോട്ട് പോകാൻ വിഷമിക്കുന്ന, അത് മുന്നോട്ട് പോകാൻ മാത്രം ബലമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ കണ്ടത്. കാരണം തീർച്ചയായിട്ടും അറിയാം, ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഈ വ്യക്തിയെ വഞ്ചിച്ച് പിന്മാറാൻ പറ്റില്ല എന്നൊരു ആത്മസംഘർഷവും, ഒപ്പം വീട്ടുകാരുടെ മാനസികാവസ്ഥ, വിശ്വാസം ഒരു വശത്ത്, അങ്ങനെ ഈ എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഉറപ്പായിട്ടും ഇത് മുന്നോട്ട് പോകുമ്പം ഒട്ടും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യപരമല്ലാത്ത ജീവിതമാകാനാണ് സാധ്യത എന്നറിയാം. കാരണം ഒട്ടും വീട്ടുകാർക്ക് ഒരിക്കലും ഇതിനോട് യോജിച്ചു പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു വിശ്വാസത്തിനും ആ വിശ്വാസത്തിൻ്റേതായ ജീവിത ശൈലികളും സംസ്കാരങ്ങളും ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സംസ്കാരത്തെയും ജീവിതശൈലിയെയും മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനോട് യോജിച്ചു പോകാനും ബുദ്ധിമുട്ടുണ്ട്. എന്ന് കരുതി മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രണയബന്ധത്തിൽ, സ്നേഹബന്ധത്തിലാകുന്നവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് സാഹചര്യങ്ങളെ, ഏത് ജീവിത വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുവോ ആ വിശ്വാസ ജീവിതത്തിന് അതിൻ്റേതായ ജീവിത ശൈലികൾ, സംസ്കാരങ്ങളുണ്ട്. നന്മ ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ ഈ നന്മയുടെ വ്യത്യസ്തമായ ജീവിത ശൈലികളെ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായ നമുക്ക് കുറേയും കൂടിയും തുറന്ന മനസ്ഥിതിയോടെ ഏത് മതത്തെയും വിശ്വാസത്തെയും കാണാനൊക്കെ കഴിയാം. പക്ഷേ നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കൾക്ക് അങ്ങനെ കഴിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇത് മാതാപിതാക്കൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ബന്ധമാണോ അല്ലയോ എന്ന് ഒന്ന് ഓർമ്മിക്കുന്നതും വിലയിരുത്തും നല്ലതാണ്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഈ ആഗ്രഹങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീട്ടുകാരെവിടെയാണെന്നും നമ്മുടെ കുടുംബം എവിടെയാണെന്നും ആലോചിക്കുന്ന നല്ലതാണ്.
വാസ്തവത്തിൽ ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഇതാണ്: എന്നെ എൻ്റെ വീട്ടുകാർ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അപ്പനമ്മയും മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല അർത്ഥം. മാതാപിതാക്കൾക്ക് തിരിച്ചും അങ്ങോട്ട് പറയാനുണ്ട്: ഞങ്ങളെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പം എന്തുകൊണ്ട് ഞങ്ങളെ നീ മനസ്സിലാക്കുന്നില്ല? രണ്ടുപേരുടെയും സ്നേഹമാണ്. പക്ഷേ ഈ സ്നേഹത്തെ ഒന്ന് പരസ്പര ബഹുമാനത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, എപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളൊരു ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ പശ്ചാത്തലവും നമ്മുടെ വിശ്വാസ പശ്ചാത്തലവും ഒന്ന് വിലയിരുത്തുന്നതാണ്, ഒന്ന് ആലോചിക്കുന്നതാണ്. കാരണം എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയൊക്കെ എനിക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലാതിരിക്കാം. വാസ്തവത്തിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വന്ന ഒരു കാര്യം, അവൻ വളരെ ഈ മറ്റു മതവിശ്വാസിയാണെങ്കിൽ പോലും ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇവൾ വളരെ പ്ലസ് പോയിൻ്റ് ആയിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശ്വാസം തുടരുന്നതിൽ എനിക്ക് തടസ്സമുണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അവൻ്റെ മതം സ്വീകരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഞങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ബന്ധം മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്നത്? കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും വിശ്വാസമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആരെയും അതിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഓർക്കേണ്ടതൊരു കാര്യം, കുടുംബ ബന്ധങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കൊരു ദ്വീപ് പോലെയല്ലല്ലോ, ഒറ്റപ്പെട്ടല്ലല്ലോ. നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമല്ലേ. നമുക്കറിയാം, ഒരു പാശ്ചാത്യ പശ്ചാത്തലത്തിലൊക്കെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാരവും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും എന്ന് വെച്ചാൽ ഓരോ നാടിനും ഓരോ നാടിൻ്റേതായ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രീതി അനുസരിച്ച് ഒരിക്കലും പാശ്ചാത്യ സംസ്കാരവും പാശ്ചാത്യ രീതി പോലെയൊന്നുമല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാളും ഒരുപക്ഷെ കുടുംബങ്ങളുടെ സ്വാധീനവും കുടുംബങ്ങളുടെ ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് തീരുമാനത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് ഈ ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ബന്ധങ്ങളെ നിലനിർത്തുന്നില്ലെങ്കിൽ നമുക്ക് ഏത് തീരുമാനങ്ങൾ എടുക്കാം എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരെയും വകവയ്ക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരെയും എൻ്റെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു സംസ്കാരവും രീതിയും അനുസരിച്ച് ബന്ധങ്ങൾ കൂടെ ഉണ്ടാകണം, നമ്മുടെ വീട്ടുകാർ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു അവസാന ഘട്ടത്തിൽ എടുക്കേണ്ട തീരുമാനം എന്നതിനേക്കാൾ ഉപരി ഞാനെപ്പോഴും പറയും, ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഒരു ശരിയായ വിലയിരുത്തലും ശരിയായ തീരുമാനങ്ങൾ എടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി 5 വർഷമായിട്ട് ഇങ്ങനൊരു ബന്ധത്തിലാണെന്ന് പറയുമ്പം പലപ്പോഴും ചിന്തിക്കേണ്ടത് വ്യക്തമായ ഇടപെടലുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഇതിനെപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ല, ഈ ഒരു തീരുമാനം ഒരാളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനമാകണമെന്ന് ആലോചിക്കാനോ ശ്രമിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനമല്ലേ ജീവിതത്തിലെ. ഞാൻ പലപ്പോഴും ഈ കുടുംബ കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ് കുടുംബജീവിതം ആരംഭിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം. ആ തീരുമാനം എടുക്കുന്ന സമയത്ത് എൻ്റെ തീരുമാനത്തോട് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളുകളോട് എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ചും ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എപ്പോഴും, അല്ലേ? എപ്പോഴും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയും കുറേയും കൂടിയൊക്കെ അറിവുള്ളവരോടും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയവരോടും ഒന്ന് ചോദിക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പെൺകുട്ടി കടന്നു പോകുന്ന മാനസിക സംഘർഷം ഒഴിവാക്കാമായിരുന്നു വേണമെങ്കിൽ. കാരണം നേരത്തെ തന്നെ ഒരു തീരുമാനമെടുക്കാൻ. ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പം ഈ 5 വർഷം എത്തിയ തീരുമാനത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. വാസ്തവത്തിൽ ആ വ്യക്തിയുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും,
എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമാധാനം, ഇതുവരെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അച്ഛന് മനസ്സിലായല്ലോ, ഇനി അച്ഛൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് അതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് ചാടുന്ന പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അവളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി, ഞാനിനി വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ കല്യാണം നടത്താനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭാവിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന നല്ല തീരുമാനത്തെ, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള നിലനിൽക്കുന്ന നല്ല ജീവിതത്തെ എത്ര വൈകിയാണെങ്കിലും ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ പിന്നീട് അതൊരിക്കലും ഒരുപാട് ദുരന്തങ്ങളോ വേദനകളോ എൻ്റെ കുടുംബത്തിനോ എനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വലിയ ദുരന്തങ്ങളോ വലിയ വേദനകളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ തീരുമാനമെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പക്വതയോടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. എന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യം, ഞാൻ ജീവിച്ച കുടുംബം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബന്ധങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ ബലപ്പെടുത്തും. ബന്ധങ്ങൾ കുറഞ്ഞു പോയാൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് ബലക്കുറവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ വിലയിരുത്തുക. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പിന്നീട് ആ ഒരു തീരുമാനത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരുമോ എങ്കിൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ ബന്ധങ്ങളെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ നിർത്തിയേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനുള്ള കാരണം എന്തൊക്കെയാണ്. ഏതെങ്കിലും ഒരു ജീവിത പ്രതിസന്ധിയുടെ സമയത്ത് എൻ്റെ കൂടെ നിന്ന വ്യക്തിയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും സങ്കടത്തിൻ്റെ സമയത്താണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തിയുടെ സഹായം ഞാൻ തേടുന്നത്. അപ്പോഴാണോ ഞാൻ ഈ ബന്ധം ആരംഭിച്ചതെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ആ ബന്ധം ആരോഗ്യപരമായൊരു സമയത്തല്ല ആരംഭിച്ചത്. എന്ന് വെച്ചാൽ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏറ്റവും സങ്കടത്തോടെ ആയിരിക്കുമ്പോഴും ഏറ്റവും ദേഷ്യത്തോടെ ആയിരിക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കരുത് പറയും. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ആരോഗ്യപരമല്ല, നമുക്ക് ശരിയായ കാഴ്ചകൾ കാണാൻ കഴിയാത്ത സമയമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബന്ധം ആരംഭിച്ചത് ഏത് സമയത്താണ്. എന്ന് വെച്ചാൽ ഞാനൊരു വലിയ ഒരു സങ്കടത്തിൻ്റെ സമയത്തോ ഞാൻ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുന്ന സമയത്താണോ ഈ തീരുമാനമെടുത്തത് എങ്കിൽ ആ തീരുമാനത്തെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ബന്ധം നമ്മൾ ആരംഭിക്കാനുള്ള കാരണം ഏതെങ്കിലും ഒരു സെൻറ്റിമെൻ്റൽ, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ മാത്രമാണ്, ഏതെങ്കിലും ഒരു സിമ്പതിയുടെ പുറത്താണോ നമ്മൾ ആരംഭിച്ചത്. എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ ഞാൻ ഈ ചില സംഭവങ്ങളിൽ കണ്ടത് ഇങ്ങനെയാണ്. ചില ഒറ്റപ്പെട്ടു പോയ സമയങ്ങൾ, കോവിഡ് സമയത്ത് ഒറ്റപ്പെട്ടു പോയ സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഒരാളെന്നെ സപ്പോർട്ട് ചെയ്തു, ആ വ്യക്തിയുമായിട്ട് പ്രണയത്തിലാകുന്നു, എന്നിട്ട് പറയുന്നു അതാണ് ഏറ്റവും നല്ല ബന്ധമെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടുകാരും എല്ലാവരും ഒരുപോലെ ഈ സമയത്ത് കഷ്ടപ്പാടിലായിരിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മളെ സഹായിക്കാതിരുന്ന വീട്ടുകാർ അവർക്ക് ഉണ്ടായിരുന്നിട്ട് നമ്മളെ സഹായിക്കാതിരുന്നതല്ല, അവർക്കും ഇതുപോലെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകാം. അപ്പോഴാകാം ചിലപ്പോഴൊക്കെ ഇങ്ങനൊരു വ്യക്തി കടന്നു വന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തിട്ടാണ് ഈ ബന്ധം തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. നല്ല തീരുമാനം എടുക്കാനായിട്ടുള്ള സമയം നമ്മൾ എടുത്തേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ ബന്ധം തുടരാനുള്ള കാരണം ഏതെങ്കിലുമുള്ള മാനിപ്പുലേഷൻസ്, ഇപ്പം ഞാൻ അങ്ങനെ ജീവിച്ചു പോയി, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി, ഇനി ആ മനുഷ്യനെ ഞാൻ വഞ്ചിക്കലല്ലേ ഞാനൊരു വേറൊരു ബന്ധത്തിലേക്ക് പോയാൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ രണ്ട് മതങ്ങളുടെയും രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ബന്ധം നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പക്ഷേ ഞാൻ ഇത്രയും നാൾ ആ വ്യക്തിയെ സ്നേഹിച്ചു എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു യാത്ര ചെയ്തു എന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേഷൻസ് മറുഭാഗത്തുനിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളൊന്ന് കണക്കിലെടുക്കുന്നത് നല്ലതാണ്. കാരണം ശരിയായിട്ടുള്ള സ്നേഹം ഒരിക്കലും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാനോ ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ശ്രമിക്കില്ല. എന്ന് വെച്ചാൽ ആ സ്നേഹം എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് മാത്രമേ സഹായിക്കൂ. അപ്പം അതുകൊണ്ട്
ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ ഏതെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേഷൻസോ ഈ ബന്ധത്തിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടരുത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നല്ല തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ തീരുമാനത്തെ നമ്മുടെ ശരിയായ ചിന്തകളിൽ വേണം തീരുമാനമെടുക്കാൻ. അല്ലാതെ ഒരാളുടെ മാനിപ്പുലേഷൻസും അല്ല, അല്ലെങ്കിൽ ഒരാളുടെ നിർബന്ധങ്ങളല്ല, ഭയത്തിൻ്റെ പേരിലും ആകരുത്. ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യം, ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ചായിരുന്ന സമയത്തെടുത്ത ചില ഫോട്ടോസ് ആകാം, ചില വീഡിയോസ് ആകാം, ചിലപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതനാകുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, ചിലപ്പോഴൊക്കെ അത്തരത്തിലുള്ള ഒരു വിലപേശലുകളൊക്കെ ഈ ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു അപകട സൂചനയാണ്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെ വെളിപ്പെടുത്തി എന്നെ അപമാനിക്കാൻ തയ്യാറാകുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ എന്തോ ഒരു നല്ല ബന്ധമല്ല അവിടെ സംഭവിച്ചെന്ന്. ശരിയാണ്, ചിലപ്പോഴൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ചില വിഭ്രാന്തികൾ എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് അതിരുവിട്ട ചില സ്വഭാവ പ്രത്യേകതകൾ കാണിക്കാം. പക്ഷെ അതൊക്കെ പറയാം. ചിലപ്പോഴൊക്കെ ആരെങ്കിലും അങ്ങനെ കാണിച്ചുകൊണ്ടാണ്, നമ്മളെ ഭയപ്പെടുത്തിയിട്ടാണ് ഈ ബന്ധത്തിൽ നിലനിർത്തുന്നതെങ്കിൽ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഒന്നുകൂടി ചിന്തിച്ചിട്ട് വേണം തുടരാനായിട്ടെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒരു നല്ല തീരുമാനം എടുക്കുമ്പം അത്ര എളുപ്പമല്ല. എന്ന് വെച്ചാൽ നല്ല തീരുമാനം എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ തീരുമാനം എടുക്കാൻ ശ്രമിക്കുമ്പം വേദനകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ഉറപ്പായിട്ടും ആ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം ഇതാണ്, ചില മാറ്റങ്ങൾ എപ്പോഴും വേദനാജനകമാണ്. മാറ്റങ്ങളെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. കാരണം ചിലപ്പോൾ ആ മാറ്റങ്ങൾ നമ്മളെ വേറൊരു വലിയ നല്ല ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വലിയ നല്ല തീരുമാനത്തിലേക്ക് എത്തിക്കും. അപ്പം അതുകൊണ്ട് മാറ്റത്തിൻ്റെ സമയത്തുണ്ടാകുന്ന വേദന സ്വാഭാവികമാണ്. ചിലപ്പോൾ അതിന് നമ്മളോട് തന്നെ ചില നിഷ്ഠകൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും ഞാൻ കുറേയും കൂടിയൊക്കെ എന്നെ തന്നെ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പഠനം ഞാൻ പഠിക്കേണ്ടത്, എൻ്റെ വീട്ടുകാരുള്ള സംസാരം ഞാൻ കൂട്ടണം. അങ്ങനെ ചില നിർബന്ധങ്ങളിലൂടെ നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയൂ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല പരിശ്രമങ്ങൾ നടത്താൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല തീരുമാനങ്ങൾ, നല്ല ജീവിതങ്ങൾ സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.